ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് നമ്മൾ ചായ കുടിച്ച് തുടങ്ങുകയാണ് കേട്ടോ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വ്ളോഗ് എടുക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച എടുത്ത വ്ളോഗാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെയും പിന്നെ കുറച്ച് ശനിയാഴ്ചത്തെയും പിന്നെ ഞായറാഴ്ചത്തെയും വ്ളോഗൊക്കെ കൂടി കൂട്ടിയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത്. കാരണം എനിക്ക് ഈ ഒരാഴ്ച ഫുൾ പനിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാനും വോയിസ് ഓവർ ചെയ്യാനും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല എന്താ പറയുക, ക്ഷീണമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫുൾ റെസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ വെള്ളിയാഴ്ച ഞാൻ ഫുൾ ക്ലീനിങ്ങിലായിരുന്നു കേട്ടോ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം എൻ്റെ റൂം കണ്ടില്ലേ, ആകെ കൂടി കൊളായിട്ട് കിടക്കുകയായിരുന്നു. റൂമും അതേപോലെ തന്നെ ഡെസ്കും ഒക്കെ കൂടി ഞാൻ വൃത്തിയാക്കി നല്ല തുടച്ചടിച്ച് വാരി ഇട്ടിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ച എന്തായാലും. അപ്പോൾ ഞാനാണെങ്കിൽ ശനിയാഴ്ച വീട്ടിലുണ്ടാവില്ല, ശനി ഞായറും വീട്ടിലുണ്ടാവില്ല, ഞായറാഴ്ച വരും. അപ്പോൾ അത് പറഞ്ഞിട്ട് ഞാൻ എല്ലാം വൃത്തിയാക്കി വെച്ചു. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു സമാധാനമല്ലേ. അപ്പോൾ ഇങ്ങനെ വീടൊക്കെ നല്ല വൃത്തിക്ക് കിടക്കുകയാണെങ്കിൽ നല്ല സന്തോഷമായിട്ട് സമാധാനമായിട്ട് വന്നിട്ട് കിടന്നുറങ്ങാൻ പറഞ്ഞിട്ട് ഞാൻ വെള്ളിയാഴ്ച തന്നെ വൃത്തിയാക്കിയിട്ടിട്ടാട്ടോ പഠിക്കാനിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ കെമിസ്ട്രി ആയിരുന്നു പഠിക്കാനിരുന്നത്. കെമിസ്ട്രി സെക്കൻഡ് ചാപ്റ്ററാണ് പഠിക്കാനിരുന്നത്. ഒരു ഐഡിയ ഇല്ല, എന്തൊക്കെയോ പഠിക്കുന്നു. ആകെക്കൂടി കിളി പറഞ്ഞ അവസ്ഥയാണ്. പഠിക്കണമൊന്നും ഒരു എന്താ പറയുക, പഠിക്കുമ്പോൾ ഞാൻ എന്തൊക്കെ എനിക്ക് മനസ്സിലാവും, ക്ലാസ് കേൾക്കുമ്പോൾ മനസ്സിലാവും, എന്നിട്ട് നോട്ടൊക്കെ എഴുതുന്നുണ്ട്. പക്ഷെ അത് കഴിയുമ്പോൾ എനിക്ക് എന്താ പറയുക, പഠിച്ചതൊക്കെ ആകെ മറന്നു പോണ രീതിയോ മറന്നു പോയി എന്നുള്ളൊരു ലെവലൊക്കെയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടോ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ ഏതാണ്, അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥ. അപ്പോൾ മൊത്തത്തിലാകെ കിളി പറഞ്ഞിരിക്കുകയാണ്. ഇതുവരെ ഞാനൊന്നും പഠിച്ചെത്തിയിട്ടില്ല കേട്ടോ. ഒരാഴ്ച പനിയായത് കാരണം ഞാൻ അങ്ങനെ പോയി. ഒരാഴ്ച എനിക്കന്ന് എന്താ പറയുക, ഒന്ന് വായിച്ച് പോലും നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വയ്യാണ്ടായിട്ട് ഞാൻ കിടന്നുറങ്ങിയിരുന്നു കേട്ടോ. ഫുൾ കിടന്നുറങ്ങൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് ശരിയായി വന്നത്. അത് കാരണം ഞാൻ പിന്നെ വ്ളോഗൊന്നും എടുക്കാൻ നിന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അത്ര വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ പിറ്റേ ദിവസം പോകാനുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കലും അതൊക്കെ തന്നെയായിരുന്നു. ഇത് പോണ വഴി എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞായറാഴ്ച അല്ല, ശനിയാഴ്ച പോണ വഴി എടുത്ത വീഡിയോ ആയിരുന്നു. അത്ര തന്നെ എടുത്തുള്ളൂ, പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എടുത്തത് ഞാൻ തിരിച്ച് വരണ വഴി എടുത്തത്. ഇത് പോണ വഴി കേട്ടോ. നല്ല അടിപൊളി മലയൊക്കെ കണ്ടപ്പോൾ ഞാൻ വെറുതെ എടുത്തതാണ്. സ്ഥലം എവിടെയെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. നല്ല മലയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എടുത്താണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവസാനം ഇത് ശനിയാഴ്ച തിരിച്ച് വരുമ്പോൾ എടുത്ത വ്ളോഗാണ്. ഇതും ഏതാ സ്ഥലം എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ബസ്സിൽ നിന്ന് വരികയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് എടുത്തു, അത്രയേ ഉള്ളൂ. അങ്ങനെ ആകെക്കൂടി 2 ദിവസം പോയിട്ട് ഇങ്ങനെ തിരിച്ച് വരുമ്പോൾ ആകെ വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല. ട്രെയിനിലായിരുന്നു വന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് ട്രെയിനിൽ നിന്ന് ബസ്സിലേക്ക് വരുമ്പോൾ എടുത്ത വീഡിയോ കേട്ടോ അത്. അപ്പോൾ വന്ന പാടെ നല്ല റൂമൊക്കെ നല്ല വൃത്തിക്ക് കിടക്കണ കാരണം നല്ല സുഖമായിരുന്നു കേട്ടോ. വന്ന പാടെ അങ്ങോട്ട് കിടന്നാൽ മതി, ഒരു പണിയില്ലായിരുന്നു. കുറച്ച് നേരം ഉറങ്ങലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഇതുപോലെ ഞാൻ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു വാൾ പോസ്റ്റർ. ഞാൻ അനിയത്തിനെ കൊണ്ട് കളറൊക്കെ കൊടുത്തുണ്ടാക്കിച്ചതായിരുന്നു. അപ്പോൾ ഞാനത് അവിടെ ഇരിക്കണ്ടായിരുന്നു. ഞാനത് നേരെ ചുമരിലൊട്ടിച്ചു. പിന്നെ ഫിസിക്സ് പഠിക്കാതിരിക്കുകയാണ്, കൂടെ നമ്മുടെ ചിപ്സും കടലയും ഉണ്ട് കേട്ടോ. കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ തിന്ന് തീർക്കൽ കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കണമല്ലോ എന്ന് ഓർത്തിട്ട് കുറച്ച് എടുത്ത് വെച്ച് വീഡിയോ എടുത്തിട്ടോ. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ടൈം ടേബിളാണ്. നമ്മൾ എത്ര സബ്ജക്റ്റ് പഠിക്കാനുണ്ട്, എത്ര പഠിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ടിക്കിടാൻ, കളർ ചെയ്യാൻ, ഓരോ കോളം നമ്മളിങ്ങനെ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. പക്ഷെ ഞാൻ കുറേയൊക്കെ കണ്ടിട്ടുണ്ട്, എന്നിട്ട് ഞാനത് കളർ ചെയ്തിട്ടില്ല കേട്ടോ. ചിലതൊന്നും എനിക്ക് തൃപ്തിയാവുന്നില്ല. ഞാൻ പഠിച്ചത് പോരാ. കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പഠിച്ചിട്ട് ശരിയായിട്ടില്ല എന്ന് എനിക്ക് ഇപ്പോഴും എനിക്കറിയാം. ഞാൻ പഠിച്ചതെന്ന് ശരിയല്ല, കറക്റ്റ് വേ അല്ല എന്ന്. അത് കാരണം ഞാനിങ്ങനെ അത് ടിക്ക് ചെയ്യാണ്ട് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുക. അത് കഴിഞ്ഞപ്പോൾ ഫുൾ റെക്കോർഡ് എഴുത്തായിരുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഫുൾ റെക്കോർഡ് എഴുത്ത് തന്നെയായിരിക്കും. റെക്കോർഡ് എഴുതലും വരക്കലൊക്കെ തന്നെയായിരുന്നു കേട്ടോ. വെള്ളിയാഴ്ച സബ്മിറ്റ് ചെയ്യേണ്ടതായിരുന്നു. ബോട്ടണിയുടെ റെക്കോർഡാണ്. വെള്ളിയാഴ്ചയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. പക്ഷേ എനിക്ക് അന്ന് വെക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഞാൻ കുത്തിപ്പിടിച്ചിരുന്നിട്ട് ഞായറാഴ്ച രാത്രി ഫുൾ എഴുതി വെച്ചു. കാരണം 2 ദിവസം ലീവ് കിട്ടിയില്ലേ. ഇനിയിപ്പോൾ ടീച്ചർ അത് പറയില്ലേ, 2 ദിവസം ലീവായിരുന്നിട്ട് എന്തേ വരച്ച് തീർക്കായിരുന്നേന്ന് ചോദിക്കില്ലേ പറഞ്ഞിട്ട് ഞാൻ ഫുള്ളിരുന്നിട്ട് വരച്ച് തീർത്തു. അതിന് മുന്നേ ഞാൻ സുവോളജിയുടെ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പണിയൊക്കെ ഉണ്ട്. ഇതുപോലെ കുറച്ച് കംപ്ലീറ്റ് ചെയ്യാണ്ട്, ആ ഫോണിൻ്റെ എല്ലാം മൊത്തം വരയ്ക്കാണ്ട്, അതേപോലെ തന്നെ ഹെഡിങ്ങിനൊക്കെ അണ്ടർലൈൻ ചെയ്യാനുണ്ട്, ഹെഡിങ് എഴുതാനുണ്ട്, മെയിൻ ഹെഡിങ്സ് ഒക്കെ എഴുതാനുണ്ട്. അതൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ വരയ്ക്കാൻ ഒരുവിധമൊക്കെ ഞാൻ തീർത്ത് വെച്ചു. ചിലതൊക്കെ ഔട്ട്ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇനി കംപ്ലീറ്റ് ആക്കാനുള്ളൂ. പക്ഷേ ഒരുവിധം ഇങ്ങനെ തീർന്നപ്പോൾ തന്നെ ഒരു സമാധാനമായി, തീർന്നല്ലോ എന്നുള്ളൊരു സമാധാനമായി കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ബാക്കി കുത്തിപ്പിടിച്ചിരുന്നിട്ട് വരച്ചെഴുതി തീർത്തു. ഇതൊക്കെ ഇന്നിരുന്ന് വരച്ച് തീർത്താട്ടോ. ഞായറാഴ്ച കുത്തിപ്പിടിച്ചിരുന്നിട്ട് ഞാൻ വരച്ച് തീർത്താണ് ഫുള്ള്. ഞാൻ ആ ഒരു ദിവസം കൊണ്ട് വരയ്ക്കലും ചെയ്തു, എഴുതലും ചെയ്തു. അങ്ങനെ
എന്താ പറയുക, ഞാൻ ഇങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ. തലേ ദിവസമായിരിക്കും എല്ലാം ചെയ്യുന്നുണ്ടാകാം. എന്നിട്ട് ഞാനിങ്ങനെ രാത്രി വരെ ഇരുന്ന് എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ വയ്ക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ബോട്ടണി എന്ന് പറയുമ്പോൾ ബോട്ടണിയിൽ അത്ര രസമുള്ള ചിത്രങ്ങളൊന്നും ഉണ്ടാവാറില്ലല്ലോ. ഇതുപോലത്തെ ചിത്രങ്ങളൊക്കെ ബോട്ടണിയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല നല്ല ചിത്രങ്ങളൊന്നും ഉണ്ടാവില്ല. അത് കാരണം എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല ബോട്ടണി വരയ്ക്കാൻ. സുവോളജി ആകുമ്പോൾ നല്ല രസം ഉണ്ടാവും. കുറച്ച് എന്താ പറയുക, കുറേ മുയലും ഈച്ചയും അങ്ങനത്തെയൊക്കെ പിക്ചേഴ്സ് ആയതുകൊണ്ട് രസമുണ്ട്. ഞാൻ സുവോളജി വരച്ചിട്ടുണ്ടായിരുന്നു, സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുള്ളില്ല കേട്ടോ, ഇത് ഫുള്ളല്ല, ഇത് +1 മാത്രമേ ഉള്ളൂ. +1 പ്രാക്ടിക്കലിൻ്റെ അത് മാത്രമേ നമ്മൾ വരച്ചിട്ടുള്ളൂ. ഇനി +2ൻ്റെ ഉണ്ട്. അപ്പോൾ സുവോളജിയുടെ ഞാൻ +1 വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇതാ മിക്സറിൽ ചായക്കകത്തിട്ട് കുടിക്കുകയാണ്. ഈ ശീലം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് എനിക്കുള്ള ശീലമൊന്നുമല്ല, ഇത് എൻ്റെ അനിയത്തി പഠിപ്പിച്ചു തരുന്ന പരിപാടിയാണ്. അവൾക്ക് എപ്പോഴും ഇങ്ങനെ മിക്സർ നിറച്ചിടും കേട്ടോ. അത് ചായേൻ്റെ എനിക്ക് തോന്നുന്നു 3/4 ഭാഗം മിക്സറുണ്ടാവും. എന്നിട്ട് അവൾ ഇങ്ങനെ സ്പൂണിൽ വാർത്തി. അപ്പം ഞാനിന്ന് വെറുതെ ഇരുന്നപ്പോൾ അങ്ങനെ തിന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബാക്കി കംപ്ലീറ്റ് ചെയ്യാനുള്ളത് വരയ്ക്കുകയാണ്. ഇതെന്തൊരു ഫേണാണ് കേട്ടോ. അതൊക്കെ കംപ്ലീറ്റ് ചെയ്യായിരുന്നു. കുറച്ച് പണിയാണ്. നമുക്കിങ്ങനെ ഒരേപോലത്തെ പരിപാടികൾ ആവർത്തിച്ച് ചെയ്യുമ്പോൾ വലിയ രസമൊന്നും ഉണ്ടാവില്ലല്ലോ. അത് കാരണം ഞാൻ ഇങ്ങനെ മടിയായിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം ഇതാണ് എനിക്ക് ഏറ്റവും ദേഷ്യം വന്നത്. എന്നിട്ട് ഞാൻ സ്കൂളിൽ പോയിട്ട് അടുത്ത് ബാക്കി കംപ്ലീറ്റ് ചെയ്തത് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഞാൻ കിടന്നുറങ്ങി കേട്ടോ. ഇത് ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സുവോളജി റെക്കോർഡാണ്. ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ സുവോളജി റെക്കോർഡ് വരച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ എടുത്തു വെച്ചതാണ് കേട്ടോ. കുറച്ചൊക്കെ ഇതിൽ വരയ്ക്കാണ്ട്, അതൊക്കെ സ്കൂളിൽ പോയിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് വെച്ചു കേട്ടോ. റെക്കോർഡ് വെച്ചു, എല്ലാത്തിനും ടീച്ചർ ഒപ്പിട്ട് തന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം ഇത്ര വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇന്നത്തെ ദിവസം പനി ആയതുകൊണ്ടായിരുന്നു വീഡിയോ ഇടായിരുന്നത്. ഇനി ഞാൻ വ്ളോഗ് എടുക്കാൻ ശ്രമിക്കാം. എക്സാമൊക്കെ ആയതുകൊണ്ട് എത്രത്തോളം പറ്റുമെന്ന് അറിയില്ല. എന്തായാലും ഞാൻ ഇടാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ.